ഹിജർ ഇസ്മായിൽ നമ്മൾ തവാഫീന്ന് കാണില്ലേ, ഒരാഫ് കെട്ടി. അത് യഥാർത്ഥത്തിൽ കഅബന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിയുന്ന സമയത്ത് അതും കൂടെ ഉൾപ്പെടുന്നതായിരുന്നു എന്ത്, കഅബ. അതും കൂടെ കഅബന്റെ ഉള്ളിലായിരുന്നു. പിന്നീട് പുതുക്കി പണിയുമ്പോൾ ഹലാലായ പണം ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്താണ് ആ ഒരു ഏരിയ ബാക്കി വെച്ചത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പള്ളി പണിയുമ്പോഴൊക്കെ 100% ഹലാലായ പണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുന്ന് അത്ര ഹാഫ് കെട്ടിയത് അത് അത്രയും ഉയർത്താൻ വലിയൊരു ചെലവൊന്നുമില്ല. പക്ഷെ എന്തില്ല, ഹലാലായ പണമില്ല. അപ്പോൾ അവിടെ ഹാഫ് കെട്ടാക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പ്രവേശിക്കുന്ന രീതിയാണ്. പിന്നീട് ഹലാലായ പണമൊക്കെ ഉണ്ടായെങ്കിലും നമ്മളെ പോലെയുള്ള സാധുക്കൾക്ക് കഅബന്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് മാറ്റിവെച്ചത്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, നിനക്ക് കഅബന്റെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയുടെ കൈപിടിച്ച് ഈ ഹിജർ ഇസ്മായിൽ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇത് കഅബന്റെ ഉള്ളാണ്. അപ്പോൾ ആ ഒരു ഭാഗം കഅബന്റെ ഉള്ളാണ്. മാത്രമല്ല അവിടെ സ്വർണ്ണപ്പാത്തി കാണാൻ മേലെ. സ്വർണ്ണപ്പാത്തിയുടെ താഴെ ദുആക്ക് ഇജാബത്തുള്ള 14 സ്ഥലങ്ങളിൽ ഒരു സ്ഥലം സ്വർണ്ണപ്പാത്തിയുടെ താഴെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച്, ഇനി അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് സംശയം ചോദിച്ചതുപോലെ ഏതെങ്കിലും ഫർദ് കലാവ് വീട്ടി ആ സ്വർണ്ണപ്പാത്തിയുടെ താഴെ പോയിട്ട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. കഅബയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്ഥലത്തും ഇൻഷാ അല്ലാഹ് നമുക്കിങ്ങനെ ഓരോ സന്ദർഭങ്ങളിലായി പോവുകയും ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് ദുആ ചെയ്യുകയും വേണം. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടിയാണ് നമുക്ക് പോകുന്നത്. ഇപ്പോൾ ഉറങ്ങേണ്ട ടൈമാണ്. നമുക്ക് ഈ തിരക്കില്ലാത്തവരെ പോയിട്ട് കാര്യങ്ങൾ ചെയ്ത് പോരാറില്ല. ഇൻഷാ അല്ലാഹ് പോവല്ലേ. നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ഉംറയുണ്ട്. അപ്പോൾ ഇന്ന് പുലർച്ചെ നമ്മൾ ഒരു 2:30 മണിക്ക് പോകില്ല, നമ്മളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ ഇഹ്റാമിൻ്റെ സുന്നത്ത് കൂടിയും കൂടെ എന്ത് ചെയ്യണം, കരുതണം. ജമാഅത്തിന് ഹലോ